കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കഴിഞ്ഞില്ല നിന്റെ ഒരുക്കം? ശിവ റെഡിയായി വന്ന് റൂമിന്റെ ഡോറിൽ മുട്ടിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു. ദാ ഇപ്പൊ കഴിയും. കുറെ നേരമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. വേഗം വന്നില്ല, ഞാൻ എൻ്റെ പാട്ടിന് പോകും. ശിവശ്രീയോട് അതും പറഞ്ഞ് താഴേക്ക് പോയി. ശിവയുടെ ഫ്രണ്ട് കാർത്തികിന്റെ വെഡിങ് പാർട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് ഇരുവരും. ഇപ്പം റെഡിയായി വരാമെന്ന് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പ് ഒരുങ്ങാൻ വേണ്ടി റൂമിൽ കയറി കഥ കഴിച്ചതാണ് ശ്രീ. കുറേ സമയം കഴിഞ്ഞിട്ടും അവളെ കാണാത്തത് കൊണ്ട് ശിവ കലിപ്പിൽ ഡോറ് തുറന്ന് റൂമിലേക്ക് കയറി ചെന്നപ്പോൾ കാണുന്നത് അവൻ വാങ്ങിക്കൊടുത്ത ബ്ലാക്ക് സിൽവർ സാരി ഉടുക്കാൻ കഷ്ടപ്പെടുന്ന ശ്രീയാണ്. ഡേയ് എന്തോന്നാ ഇത്? അവൾ സാരി എടുത്തിരിക്കുന്ന കോലം കണ്ട് ശിവ ദയനീയതയോടെ ചോദിച്ചു. ഈ യൂട്യൂബ് ചേച്ചി പറയുന്നത് മുഴുവൻ തെറ്റാ, കണ്ടില്ലേ? അതുപോലെ എടുത്തിട്ട് ശരിയാവുന്നില്ല. അത് നിന്റെ കുഴപ്പമാണ്, അല്ലാതെ അവരുടെയല്ല. വേഗം റെഡിയായി വരാൻ നോക്ക്, ഇപ്പം തന്നെ വൈകി. എനിക്കിതൊന്നും കൊടുക്കാൻ അറിയില്ല, സോ ഞാൻ വേറെ രസിച്ചിട്ട് വരാം. അതിനൊന്നും ടൈമില്ല, നീ വേഗം ഇത് റെഡിയാക്കി എടുത്തിട്ട് വാ. എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ, അല്ലെ നിങ്ങളൊന്ന് റെഡിയാക്കി തരാൻ സഹായിക്ക്. ഞാനോ? ഇവിടെ ഇപ്പം നിങ്ങളല്ലേ ഉള്ളൂ എനിക്ക് ഹെൽപ്പ് ചോദിക്കാൻ. പ്ലീസ്, എനിക്ക് അറിയാത്തോണ്ടല്ലേ. നിനക്ക് ഈ നാണോ മാനൊന്നും ഇല്ലടി. ശിവ സാരി അയച്ച് അവൻ്റെ കയ്യിൽ കൊടുത്ത് ശ്രീയോട് ചോദിച്ചു. എന്തിന്? ഞാനൊന്നും ഇടാതില്ലല്ലോ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ നോക്കാതിരുന്നാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? എൻ്റെ ദൈവമേ, ഇതെന്തോന്ന് സാധനം! അവൾ പറയുന്നത് കേട്ട് അന്തം വിട്ട് നിന്നു ശിവ. അതെ, എന്താലോചിച്ച് നിൽക്കാം, ഇനി എന്താ ചെയ്യണ്ടേ? ശ്രീ സാരിയുടെ അറ്റം പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതൊരു സൈഡിൽ കുത്തി ഇത് വലിച്ചു ചുറ്റ്. ഇനിയോ? എൻ്റെ ഒരു ഗതികേട്. ശിവ അവൾ ചുറ്റിയിരിക്കുന്ന സാരി റെഡിയാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞതും ശ്രീ അവനെ നോക്കി ഒരു ലോഡ് പുച്ഛം വാരി ഉതറി. സാരി കൊടുത്തു കൊടുക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ സ്വർണ്ണരാജികൾ വിശ്രമിക്കുന്ന അവളുടെ വെളുത്തണിവേറിലേക്ക് നീണ്ടതും അവൻ മിഴികളെ ശാസനയോടെ പിൻവലിച്ച് സാരി എടുത്ത് കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹാവു, ഇപ്പം റെഡിയായി. ഇത് തോള് പിൻ ചെയ്തരേ. തോളിലേക്കുള്ള ഭാഗം വൃത്തിക്ക് ബ്ലീച്ച് ചെയ്തെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നെടുവീർപ്പിട്ട് ശിവ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ എടുക്കുന്നത്ര പോരാ. ശ്രീ സാരി പിൻ ചെയ്ത് കണ്ണാടിയിൽ നോക്കി മുന്താണിയുടെ അറ്റം പിടിച്ച് പറഞ്ഞതും ശിവ അവളെ കണ്ണുരുട്ടി. ഈളിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം പാടി. ഞാൻ അതാ വരുന്നു, എനിക്ക് മുഖത്ത് ടച്ചപ്പ് ചെയ്യണം. ഇനി അതിൻ്റെ കൂടി കുറവുള്ളൂ. എനിക്കറിയാം മേക്കപ്പ് ഇല്ലിൽ എന്നെ കാണാൻ സുന്ദരിയാണെന്ന്, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇത്തിരി അത്രേ ഉള്ളൂ. പിന്നെ ഒരു സുന്ദരി കണ്ടേച്ചാലും മതി, ഈർക്കിലിൽ തുണി ചുറ്റിയ സാധനം. എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല, എന്താന്ന് വെച്ചാൽ വേഗം ഇട്ടേച്ച് വാ, എന്നെ ഇനി ഇങ്ങോട്ട് വരുത്തരുത്. ശ്രീയോട് അതും പറഞ്ഞ് ശിവ പോയതും അവൾ വേഗം ഒഴുകി താഴേക്ക് പോയി. കൊള്ളാവോ? ശ്രീ കാറിലേക്ക് കയറാൻ പോകുന്ന ശിവയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും ശിവ അവൾ അടിപിടി നോക്കി. അവളുടെ നെറ്റിയിലെ സിന്ദൂര ചുവപ്പും നെഞ്ചിൽ പരിചേർന്ന് കിടക്കുന്ന അവൻ്റെ പേര് കുത്തിയ താലിയും കണ്ടതും അവനുള്ളിലൊരു തണുപ്പ് തോന്നി. കർഷകരൊന്നും നിന്നെ കാണണ്ട. അതെന്താ? കണ്ട ഈ കോതി പോക്കിക്കൊണ്ട് പോകും, പാടത്ത് കൊണ്ടുപോയി കോലം വെക്കാനേ. നിങ്ങൾക്ക് അസൂയാണ്, നിങ്ങളൊക്കെ ഗ്ലാമർ എനിക്കുള്ളതുകൊണ്ട്. ശ്രീ അതും പറഞ്ഞ് മുന്നിലേക്കിട്ട മുടികൾ ശക്തിയിൽ ബാഗിലേക്കിട്ട് അവനെ നോക്കി കെറിവിച്ചുകൊണ്ട് കാറിൽ കയറിപ്പോയി. അവളുടെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി കാറ് മുന്നോട്ടെടുത്തു. രാത്രിയുടെ കുളിരും ആസ്വദിച്ച് ശ്രീ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു. രാത്രിയുടെ കുളിരും പേറി ആ കാറ് ബാംഗ്ലൂർ സിറ്റിയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. കുറച്ചു നേരം കഴിഞ്ഞും ശിവ കാറ് പാർക്കിംഗ് ഏരിയയിൽ നിർത്തി കയ്യിൽ കരുതിയ ഗിഫ്റ്റ് ബോക്സുമായി കാറിൽ നിന്നിറങ്ങി ശ്രീയുടെ കയ്യും പിടിച്ച് പാർട്ടി നടക്കുന്ന ഗ്രാൻഡ് ഹാളിലേക്ക് നടന്നു. ശ്രീ അവിടുത്തെ ഓരോ വൈവിധ്യമാർന്ന കാഴ്ചകൾ നോക്കിക്കണ്ട് അവൻ്റെ കൂടെ നടന്നു. എൻ്റെ ദൈവമേ, ഞാനിന്ന് വായി നോക്കി മരിക്കും. ശ്രീ അവിടേക്ക് വന്ന സുമുഖനായ ചെറുപ്പക്കാരന്മാരെ നോക്കിക്കൊണ്ട് മനസ്സിൽ സന്തോഷത്തോടെ പറഞ്ഞ് ശിവന്റെ കൂടെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന കാർത്തികിനെയും സൂര്യയുടെയും അടുത്തേക്ക് പോയി അവളെ വിശ്വസിച്ച് കയ്യിൽ കരുതിയ ഗിഫ്റ്റും അവർക്കായി സമ്മാനിച്ചു. വലിയ പാർട്ടി ആയതുകൊണ്ടും കാർത്തിക് ബിസിനസ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളായതുകൊണ്ടും ഒട്ടുമുക്ക പ്രമുഖ ബിസിനസ്മാരും അവിടെ ഉണ്ടായിരുന്നു. അധിക ആളുകൾക്കും ശ്രീ അപരിചിതമായിരുന്നു. ശിവയുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയുകയുള്ളൂ. അതിനാൽ തന്നെ ശിവയുടെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞ് പലരും അവരോട് പരാതിയും പരിഭവവുമായി എത്തിയെങ്കിലും ശിവയെല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിട്ട് എല്ലാവർക്കും ശ്രീയെ പരിചയപ്പെടുത്തി കൊടുത്തു. പാർട്ടിയൊക്കെ ഒരുവിധം അടങ്ങിയതും ശ്രീ ഫുഡും കഴിച്ച് ശിവയെയും വെയിറ്റ് ചെയ്തൊരു മൂലയിൽ പോയിരുന്ന് അവിടെയുള്ള ചെറുപ്പക്കാരെയും കാറ്ററിംഗുകാരെയും വായി നോക്കിയിരുന്നു. ഒപ്പമുള്ളവരോട് കൂടെ സംസാരിച്ച് നിൽക്കുമ്പോഴും ശിവയുടെ ഒരു കണ്ണ് അവളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ വായുനോട്ടം കണ്ട് അവൻ അടിപൊളി ദേഷ്യം വരച്ചു കയറിയെങ്കിലും ശിവ സാഹചര്യം ഓർത്ത് മിണ്ടാതെ ദേഷ്യം കടിച്ചു പിടിച്ച് അമർത്തി നിന്നു. അതെ ചേട്ടാ, ഒന്ന് നിന്നേ.
ശ്രീ അതിലെ ട്രെയിൽ ഗ്ലാസ്സിൽ നിറച്ച് പാനീയവുമായി പോകുന്ന കാറ്ററിംഗ് ബോയെ കണ്ടതും അയാളുടെ അടുത്തേക്ക് നടന്നു. ചേട്ടാ, ഇതിനൊന്നും ഞാനെടുക്കാണേ, വല്ലാത്ത ദാഹം, ഇപ്പോഴാ പച്ചവെള്ളം കിട്ടി. അതും പറഞ്ഞ് ശ്രീ അയാൾ എന്തെങ്കിലും പറയും മുമ്പേ ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് തീർത്തു. അയ്യ ചേട്ടാ, ഈ പച്ചവെള്ളം നിന്ന് ഒരുമാതിരി ചോവ. അത് കുടിച്ചു കഴിഞ്ഞതും അവൾക്ക് തലക്കുള്ളിൽ പെരുപ്പും വയറിനുള്ളിൽ എരിച്ചിലും തൊണ്ട വരളും പോലെയൊക്കെ തോന്നി. ശ്രീ നിന്നിടത്തേക്ക് നോക്കിയ ശിവ അവിടെ എന്തോ ബഹളം കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും പതിയെ അങ്ങോട്ട് പിൻവലിഞ്ഞു. എന്താ ഇവിടെ പ്രശ്നം? ശിവയുടെ ശബ്ദം കേട്ടും ട്രൈ പിടിച്ച് നിന്നിരുന്ന ആ ബോയ് അവനെ ദയനീയമായി നോക്കി. സാർ, ഈ മേട ഇപ്പോഴും ഓവറാണ്, ഇനിയും വേണമെന്നാണ് പറയുന്നത്. അയാൾ ശ്രീയുടെ കയ്യിലെ ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും നിൽക്കാൻ പറ്റാൻ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും ശിവ അറിയാതെ തലയെ കൈവച്ച് പോയി. അല്ലെങ്കിലേ തലയ്ക്ക് വെളിവില്ലാത്ത സാധന, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ കുടിക്കാൻ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ശിവ സ്വയം പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ നിന്നും മദ്യ ഗ്ലാസ് വാങ്ങാൻ ശ്രമിക്കും തോറും സ്ത്രീ അത് അവന് കൊടുക്കാതെ മുറുകെ പിടിച്ചു. ശ്രീ, ആ ഗ്ലാസ് കൊടുക്ക്. ഇല്ല, എനിക്ക് ഇനിയും വേണം. അതും പറഞ്ഞ് സ്ത്രീ ഒരു ഗ്ലാസ്സിലുള്ളത് കുടിക്കാൻ പോയതും അതിനു മുമ്പേ ശിവ അത് തട്ടിപ്പറിച്ച് കൈകളാക്കിയിരുന്നു. അതെനിക്ക് താ, വേണം. സ്ത്രീ ആ ഗ്ലാസ് വാങ്ങാൻ ശ്രമിച്ചതും ശിവ അത് ഉയർത്തിപ്പിടിച്ചതും സ്ത്രീ അവനെ ചുണ്ടു കുറിപ്പിച്ച് നോക്കി. സോറി, ഇത് കൊണ്ടുപോയിക്കോളൂ. ശിവ ഗ്ലാസ് ട്രെയിലേക്ക് വെച്ചുകൊണ്ട് ആ ബോയോട് പറഞ്ഞതും അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് പോയതും അയാൾക്ക് പിന്നാലെ പോവാമെന്ന് സ്ത്രീ അവൻ അവിടുന്ന് പിടിച്ചു വെച്ചു. എന്നെ വിട്, എനിക്ക് ദാഹിക്കുന്നു. ശ്രീ, ആടങ്ങി നിൽക്ക്, ആളുകൾ ശ്രദ്ധിക്കുന്നു. ശിവ പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞതും അവൾ തളർന്ന മിഴികൾ ഉയർത്തി അവനെ നോക്കി. ശിവേട്ടാ, എനിക്ക് പാടണം. മ്യൂസിക് പ്ലേ ആകുന്നത് കേട്ടതും ശ്രീ ശിവയോട് പറഞ്ഞു. ഇനിയും ഇവളെയും കൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി ശിവ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ശ്രീ, കുറച്ചു നേരം മിണ്ടാതെ നിൽക്കണം. ശിവ അവളെയും കൊണ്ട് കാർത്തികിൻ്റെ അരികിലേക്ക് നടക്കുന്നതിനിടയിൽ എന്തൊക്കെയോ വാതോരാതെ ശിവയോട് പറയുന്ന സ്ത്രീയോട് പറഞ്ഞു. മിണ്ടാതെ നിന്നാലേ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? പറ, വാങ്ങിത്തരുമോ? ഓ, എന്നാ ഞാൻ മിണ്ടാതെ വരാം. പെട്ടെന്ന് തന്നെ ശിവ കാർത്തികിനോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് സ്ത്രീയെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങി. എന്നെ പിടിക്കണ്ടടാ, ഞാൻ തനിയെ നടന്നോളാം. സ്ത്രീ റൂമിലേക്കുള്ള കോണിപ്പടികൾ കയറുന്നതിനിടയിൽ വീഴാൻ പോയി അവളെ പിടിച്ച് ശിവയുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞ് മുന്നോട്ട് നടന്നതും വീണ്ടും തട്ടി വീഴാൻ പോയി. വെറുതെ അല്ല, ഈ കുന്തെടുത്തിട്ടാ. സ്ത്രീ അവളെടുത്തിരിക്കുന്ന സാരി ദേഷ്യത്തിൽ അഴിക്കാൻ നിന്നതും അത് മനസ്സിലാക്കിയ ശിവ അവളെയും പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു. താനെന്തിനാ എന്നെ എടുത്ത്? എന്നെ ആരും തോന്നി എനിക്ക് ഇഷ്ടമല്ല. അവൻ അവളെ ബെഡിൽ കൊണ്ടുപോയി ഇട്ടതും സ്ത്രീ ബെഡിൽ നിന്നും ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി പറഞ്ഞു. മിണ്ടരുത്, സായിക്കുന്നൊരു പരിധിയൊക്കെ ഉണ്ട്. കുറെ നേരമായി അവൾ തുടങ്ങിയിട്ട്. മര്യാദക്ക് അവിടെ കിടന്ന് ഉറങ്ങിക്കോ. താ പോള കാല, ഞാൻ തന്നോട് പിണക്കത്തില്ല. എന്നൊരു വാക്കുപോലും മിണ്ടാതെ പോയില്ലേ. എനിക്ക് എത്ര വിഷമായെന്ന് അറിയോ? എന്നോട് മാത്രം ദേഷ്യം അല്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരോടും മിണ്ടുന്ന പോലെ എന്നോടും മിണ്ടാത്തേ? മദ്യലേഹയിൽ സ്ത്രീ അവളുടെ ഉള്ളിലുള്ള പരിഭവക്കെട്ട് അവൻ്റെ മുന്നിൽ തുറന്നതും ക്ഷമ കെട്ട് ശിവളെ പൊക്കിയെടുത്ത് ബാത്റൂമിൻ്റെ ഉള്ളിലെ ഷേവറിൻ്റെ കീഴിൽ നിർത്തി. തലവഴി തണുത്ത വെള്ളം വീണതും സ്ത്രീ മുന്നിൽ നിൽക്കുന്ന ശിവയെ എറുകെ പുണർന്നു. യോ വേണ്ട, എനിക്ക് തണുക്കുന്നു. സ്ത്രീ അവനെ കൂടുതൽ അള്ളിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാറി നിൽക്കടി. എന്തിനാ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നേ? എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? സ്ത്രീയുടെ ചുണ്ടുപുളത്തിയുള്ള ചോദ്യം കേട്ടതും ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. പറ, ഇഷ്ടല്ലേ? സ്ത്രീ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവളിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ച് അവൻ്റെ കാപ്പിക്കണുകളിലേക്ക് മിഴിവെട്ടാതെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അവൻ്റെ മിഴികളും അവളുടെ മിഴികളുമായി ഉടക്കി നിന്നു. ആ ഉണ്ട കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങും തോറും അവർ പോലും അറിയാതെ അവളുടെ ഇടയിലേക്കുള്ള അകലം കുറഞ്ഞു വന്നു. പതിയെ മറ്റൊരു ലോകത്തെന്ന പോൽ അവൻ്റെ അതരങ്ങൾ അതിനിടയിലേക്ക് ചേർത്ത് വെച്ചു. അതരങ്ങൾ മാറി മാറി നുകരുന്നതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ സാരിക്കടയിലൂടെ അവളുടെ ഇടുപ്പിൽ അമർന്നതും സ്ത്രീ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവന് മുറുകെ പിടിച്ചു. പെട്ടെന്ന് ബോധം വന്നതുപോലെ ശിവ കണ്ണുകൾ വലിച്ചു തുറന്ന് അവളിൽ നിന്നും അകന്നു മാറിയതും സ്ത്രീ തളർച്ചയോടെ അവനെ നെഞ്ചിലേക്ക് ചാരി നിന്നു. മാറി, എനിക്ക് തണുക്കുന്നു. സ്ത്രീ അടഞ്ഞു വന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് അവളുടെ മുന്നിൽ നിൽക്കുന്ന ശിവയെ തള്ളി മാറ്റി പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഡേയ്, നീ എന്തേ ഈ കാണിക്കുന്നേ? നിങ്ങൾക്കെന്താ കാണില്ലേ? താനല്ല കാലം നനച്ച് തനിക്ക് കുളിക്കണേ ഒറ്റയ്ക്ക് കുളിച്ചാൽ പോരെ? സ്ത്രീ ദേഷ്യത്തിൽ നിറഞ്ഞ സാരിയും വലിച്ചൂരിയതും ശിവ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റൊരു റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. കുറച്ചു നേരം ബാൽക്കണിയിൽ നിന്ന ശേഷം ലൈറ്റൊക്കെ അണച്ച് ഡോർ ലോക്ക് ചെയ്ത് ശിവ റൂമിലെത്തിയപ്പോൾ കണ്ടത് അവൻ്റെ ഒരു ഫുൾ സ്ലീവ് ബനിയൻ 3/4 ഇട്ട് ബെഡിൽ കയറി നിന്ന് കണ്ണാടിയിൽ നോക്കുന്ന സ്ത്രീയാണ്. ഡേയ്, ആരോട് ചോദിച്ചിട്ടടി പുല്ലേ നീ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടത്? ഇത് എൻ്റെയാ,
പുതിയതായിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടോ ലൂസാ. അവളിട്ടിരിക്കുന്ന അവളെപ്പോലെ രണ്ടാൾക്ക് കൂടി കയറി കൂടാൻ പാകത്തിന് അവൻ്റെ ബനിയൻ വലിച്ചു നീട്ടിക്കൊണ്ട് ശ്രീ സങ്കടത്തോടെ പറഞ്ഞു. അവളുടെ കോലവും പറച്ചിലും കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് ശിവയ്ക്ക് ചിരി വന്നെങ്കിലും അവൻ അവളുടെ മുന്നിൽ ഗൗരവത്തിൽ നിന്നു. അത് പിന്നെ ശ്രീ അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയതും വേച്ച് വീഴാൻ പോയതും അതിനു മുന്നേ ശിവ അവളെ പിടിച്ച് നിർത്തിയിരുന്നു. നിനക്കെന്താടി നോക്കി തരണ, വെറുതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ. ഹൈസ്, ഇങ്ങനെ ചൂടാവല്ല എൻ്റെ കാലൂട്ട. ചൂടാവുമ്പോഴേ ഈ വെളുത്തേക്ക് അവളെ ചുമക്കുമ്പോൾ കടിക്കാൻ തോന്നുക. ബെഡിൽ നേരെ നിന്ന് ശിവയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കതയോടെ പറഞ്ഞതും ശിവ ശ്രീയെ നോക്കി പല്ലിറങ്ങി. എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ പാവല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടാ ഈ കാപ്പിപ്പൊടിയിൽ വീണ കണ്ണും മൂക്കും മത്തങ്ങ കവിളൊക്കെ. പറയുന്നതോടൊപ്പം ശ്രീയുടെ ചുണ്ടുകളും അവൻ്റെ കണ്ണുകളിലും മൂക്കിൽ തുമ്പിലും നെറ്റിയിലും കവിളിലൊക്കെ പതിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നുള്ള ശ്രീയുടെ പ്രവൃത്തിയിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ശിവ. വീണ്ടും അവളുടെ ചുണ്ടുകളുടെ ചൂടും മുഖത്ത് പതിഞ്ഞതും ശിവ ദേഷ്യത്തിൽ അവൾ അടത്തി മാറ്റാൻ നോക്കിയതും ശ്രീ ഉടുമ്പ് പോലെ അവൻ അള്ളിപ്പിടിച്ചു നിന്നു. മാറടി അങ്ങോട്ട്, കണ്ടതെല്ലാം കുടിച്ചു കയറ്റിയുള്ള ബോധവും കളഞ്ഞിരിക്കുക അവള്. വേറുള്ളവരുടെ മനസമാധാനം കളയാൻ പോ. മിണ്ടൂല, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നേ. നിങ്ങൾക്കെപ്പോഴും എന്നോട് ദേഷ്യല്ലേ? നീച്ചറിയാം, ഞാൻ അറിയാതെ ചെയ്തതല്ലേ, സോറിക്ക് പറഞ്ഞില്ലേ. മദ്യലഹരിയിൽ പാതിബോധത്തിൽ കുഞ്ഞുകുട്ടികളെ പോലെ ചുണ്ടുപിളർത്തി അതും പറഞ്ഞ് ശ്രീ അവൻ്റെ കവിളിൽ കടിച്ചു. ആ ഡേയ്, നിങ്ങൾക്ക് വേദനിച്ചില്ലേ? അതുപോലെ തന്നെ എനിക്ക് കുറേ വേദനിച്ചു. അറിയണം കാല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ പോയേ. പക്ഷെ എനിക്ക് നിങ്ങളെ. ബാക്കി പറയുമ്പോഴേക്കും ശ്രീ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട് അവൻ്റെ കൈകളിലേക്ക് വീണിരുന്നു. എന്നാലും അവൾ എന്തൊക്കെയോ പറയുന്നത് അവ്യക്തമായെങ്കിലും ശിവ കേട്ടിരുന്നു. നാശം, അല്ലെങ്കിൽ ബോധമില്ലാത്ത ഇവൾക്ക് ഇതിൻ്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ശിവദേശത്തോടെ തൻ്റെ കൈകളിൽ കിടന്ന് മയങ്ങുന്ന സ്ത്രീയെ ബെഡിലേക്ക് കിടത്തി ബെഡിൻ്റെ മറുവശം ചേർന്ന് കിടന്നു. ബോധമില്ലാത്ത സ്ത്രീ പറഞ്ഞതൊക്കെ ഓർത്ത് ശിവയുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഓടിയെത്തിയതും ശിവ ആവശ്യമില്ലാത്ത കാര്യങ്ങളേക്ക് മനസ്സിൽ നിന്നും ഒട്ടിച്ചു വിട്ട് കണ്ണുകൾ അടച്ചു. ഇടയ്ക്കപ്പോഴും അവനോട് ചേർന്ന് അവളും കിടന്നിരുന്നു. തുറന്നിട്ട വിൻഡോയിലൂടെ ഒരിച്ചിറങ്ങിയ പ്രകാശം കണ്ണുകളിലേക്ക് തുളഞ്ഞു കയറിയതും സ്ത്രീ ഉറക്കച്ചടവോടെ മിഴികൾ ചിമ്മി തുറന്നു. തലക്കും ശരീരത്തിനൊക്കെ എന്തോ തളർച്ച തോന്നിയതും സ്ത്രീ അവിടെ തന്നെ കിടന്നു. അരികിൽ ശിവയെ കാണാത്തതും അവൾ ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയതും പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റിരുന്നു. ദൈവമേ, 10 കഴിഞ്ഞോ? ആ കാലമാണത് എവിടെ പോയി? അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞാൽ കൊതുകിനെ പോലെ ഉറക്കം കളയാൻ വരുന്നതാണല്ലോ. പെട്ടെന്നാണ് സ്ത്രീ അവൾ ധരിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഡ്രസ്സും തറയിൽ കിടക്കുന്ന സാരിയും ശ്രദ്ധിക്കുന്നത്. അതൊക്കെ കണ്ടതും സ്ത്രീ വീണ്ടും ഞെട്ടി. അവൾ ബെഡിൽ തന്നെ ഇരുന്ന് ഇന്നലെ നടന്നതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഞാനെങ്ങനെ ഈ കോലത്തിൽ വന്നത്? അങ്ങനെ ഇവിടെ കാണാനില്ലല്ലോ. ഇന്നലെ എന്താ നടന്നേ? വെയിറ്ററെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. സ്ത്രീ വീണ്ടും ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നതും പലതും അവളുടെ മനസ്സിലേക്ക് അവ്യക്തമായി തെളിഞ്ഞു വരാൻ തുടങ്ങി. എൻ്റെ ശിവനെ, ഇന്നലെ ഞാനൊരു ഉമ്മച്ചനായിരുന്നു. ഇനി ബോധമില്ലാതെ ഞാൻ അങ്ങനെ വേറെ വല്ലതും. എൻ്റെ ശിവനെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു കേട്ടോ. ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി വന്ന ശിവ കാണുന്നത് ബെഡിൽ വിരലിലെ നഖവും കടിച്ചിരുന്ന് എന്തോ കാര്യമായി ആലോചിക്കുന്ന സ്ത്രീയാണ്. ഡേയ്, നിന്നെ കേട്ടിതിര മാറിയില്ലേ? സ്ത്രീയുടെ ഇരുത്തം കണ്ട് അവളെ നോക്കി കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടി ചീകി വെച്ചുകൊണ്ട് ശിവ അവളോട് ചോദിച്ചു. ഇന്നലെ നമ്മൾ എപ്പോഴെങ്ങോട്ട് എത്തിയത്? ഞാനെങ്ങനെ ഈ ഡ്രസ്സിൽ വന്നത്? സ്ത്രീ അറിയാതെ അവളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ അവനോട് ചോദിച്ചതും ശിവ അവളെ തുറച്ചു നോക്കി. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനൊരു ഡൗട്ട് ചോദിച്ചതല്ലേ. അവളുടെ ഡൗട്ട് കണ്ണീ കിടത്തൊക്കെ കുടിച്ചാ ഒന്നും ഓർമ്മയുണ്ടാകില്ല. സ്ത്രീയെ നോക്കി പൂജിച്ചുകൊണ്ട് അതും പറഞ്ഞ് ടേബിളിലുള്ള ലാപ്പ് എടുത്തു. അത് പിന്നെ ദാഹിച്ചപ്പോ, പിന്നെ ഈ ഡ്രസ്സിൽ കണ്ടപ്പോ. ശിവയുടെ നോട്ടം കണ്ടതും സ്ത്രീ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തി. അവളെ ഇരുത്തി നോക്കി അവൻ പുറത്തേക്ക് പോയി. കാലമാടൻ, ഈ തന്നെ ഈ കാലം ചേരുന്നേ. ഈ മുരടനായോണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. എൻ്റെ ദൈവമേ, ഇങ്ങനെ പോയ എൻ്റെ ജീവിതം ഒപ്പില്ലാതെ കഞ്ഞി പോലെ ആകുമല്ലോ. ശിവ പോയ വഴിയെ നോക്കി സ്ത്രീ വീണ്ടും ബെഡിലേക്ക് കിടന്ന് തലവഴി പുതപ്പെട്ടു. പിന്നെയും ഉറക്കത്തെ തേടിപ്പോയി. രാത്രി ബാൽക്കണിയിൽ നിന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുകയാണ് ശിവ. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഷാദിയുടെ കോൾ വരുന്നത്. ആ ഷാദി, പറ. ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായി നോക്കുന്നുണ്ട്. എത്രയൊക്കെ വേദന നൽകിയിട്ടും മോൻ മാറ്റവൻ്റെ പേര് പറയുന്നില്ല. ഷാദി ദേഷ്യത്തിൽ അശോകനെ കുറിച്ച് പറഞ്ഞു. കുറച്ച് ഡോസ് കൂടി കൂട്ടുമ്പോൾ അവൻ പറഞ്ഞോളും. ശിവ കലിപ്പിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും കൂട്ടിയാലേ അവൻ തട്ടിപ്പോകും. അവൻ ജീവനോടുണ്ടാവണം. ഇനി അഥവാ തട്ടിപ്പോയാ അവിടെ തന്നെ മൂടിയേര്.
പിന്നെയും പലതും പറഞ്ഞ് അവരുടെ സംഭാഷണം നീണ്ടുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പിന്നിലൊരു അനക്കം ശ്രദ്ധിച്ചതും തിരിഞ്ഞു നോക്കിയ ശിവ കാണുന്നത് കോഫി മഗ്ഗും പിടിച്ച് ഡോറും ചാരി നിൽക്കുന്ന ശ്രീയെയാണ്. അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ശിവക്ക് മനസ്സിലായിരുന്നു അവളെല്ലാം കേട്ടുവന്ന്.